PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 ജൂലൈ 27 ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 150ഓളം ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ ആദ്യഘട്ടം മാത്രമല്ല ഇനി വരുന്ന എല്ലാ ഘട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഈ ചോദ്യപേപ്പറുകളെല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇന്നലെ PSC നടത്തിയിട്ടുള്ള ഫാം വർക്കർ പരീക്ഷയുടെ 10th മെയിൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? അപ്പോൾ DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അപ്പോൾ 1916 ആദ്യത്തെ വനിതാ സർവകലാശാല ആരാണ് സ്ഥാപിച്ചത്? DK കാർവേ ആണ്. മഹാരാഷ്ട്രയിലാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കാം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആനന്ദമഠമാണ്. ആനന്ദമഠം. അപ്പം ഇതിൽ നീൽദർപ്പൺ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആരാണ് നീൽദർപ്പൺ എഴുതിയിട്ടുള്ളത്? ദിനബന്ധു ആണ് അല്ലെ. അവ സ്ഥിരം ചോദിക്കുന്നതാണ്, അത് ഓർത്തിരിക്കാം. ബംഗാളിലെ കർഷകർ നടത്തിയിട്ടുള്ള സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് രചിച്ചിട്ടുള്ള നോവലുകളിൽ ശ്രദ്ധേയമായതാണ് ആനന്ദമഠം. അതിൽ നിന്നുമാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാ? ഓപ്ഷൻ സി, ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ ആണ്, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആര്? അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. നമ്മൾ മോഹൻലാൽ എന്നുള്ള രീതിയിലൊക്കെ മൗല, അൽ ഹിലാൽ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഏതാണ് പത്രം? നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയുടെ സമ്പാദ് കൗമുദി ഇതൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റിയതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തെറ്റിയത്. എന്തുകൊണ്ടാണ്? ആമുഖം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കറിയാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിക്കുന്നത്, അതും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, അതും ശരിയാണ്. ലക്ഷ്യപ്രമേയം ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അംബേദ്കർ അല്ല, ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത, ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാ? ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ് അല്ലെ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതെല്ലാം ഭരണഘടനയുടെ സവിശേഷതയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഭരണഘടനയുണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റിപ്പോയി. മൂന്നാമത്തെ പ്രസ്താവന 1, 2, 4 ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ വരുന്നത്. അപ്പം 3 ശരിയായിട്ടുള്ള ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ചുമതലകൾ തന്നിട്ടുണ്ട്, അത് ഏത് സ്ഥാപനമാണെന്ന് കണ്ടെത്തിയാൽ മതി.
അപ്പോൾ ചുമതലകൾ നോക്കാം. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെ ആരുടെയാണ്? ഓപ്ഷൻ ബി പാർലമെന്റിന്റെ ചുമതലകളിൽ വരുന്നതാണ്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും പാർലമെന്റിന്റെ ചുമതലകളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഏതൊക്കെയാ? 1ഉം 2ഉം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത് 2 മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ്. സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇതൊക്കെ നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. സൗജന്യ നിയമസഹായം എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 39A ആണ്. 39A. ലഹരി വസ്തുക്കളുടെ നിരോധനം, മദ്യനിരോധനം എന്നൊക്കെ പറയുന്നത് 47 ആർട്ടിക്കിൾ 47 വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി 1ഉം 2ഉം മാത്രമാണ് മൗലിക അവകാശങ്ങളിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണ്? SCERTയിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ പ്ലേറ്റോയുടെ വാക്കുകളാണ്. എന്താണ്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ ആണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതികളും കൂടെ നമുക്ക് ഓർത്തിരിക്കണം. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും രണ്ടും ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. അയ്യങ്കാളി കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? അത് ശരിയാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ, അതും ശരിയാണ്. 1888 ആ ഒരു വർഷവും കൂടെ ഓർത്തിരിക്കുക. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, അല്ലെ? മുന്തിരിക്കിണർ, അതും ശരിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണപിള്ളയാണോ? അല്ല. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് തെറ്റിപ്പോയത്. ഓക്കെ, ഉത്തരം തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS പ്രവർത്തിച്ചിരുന്നത് ഏത് മേഖലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തിരുവിതാംകൂറിലാണ് LMS പ്രവർത്തിച്ചിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1924 നവംബർ 1 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? 1.25 കോടി മലയാളികൾ ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെ ലോക്സഭയാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ സി 18ാമത് ലോക്സഭ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം. ഉത്തരം ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. പിന്നെ ആരൊക്കെയാണ് ഒപ്പുവെച്ചേ? താഴെ തന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ 3 തെറ്റിപ്പോയത്. സോ ഉത്തരം എന്താ? ഓപ്ഷൻ സി 3 മാത്രമാണ്. ബന്ധമില്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ 1, 2, 4 ശരിയാണ്, 3 ശരിയല്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാലഗണന എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും വർഷം നമുക്കറിയണം, ഓർഡർ നോക്കാൻ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്ന വർഷം എത്രയാണ്? 1962 ഇനി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ISRO നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷം 1969 നിലവിൽ വരുന്നത് ISRO. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം എത്രയാണ്? 1975. ദെൻ ചന്ദ്രയാൻ ദൗത്യം ആദ്യത്തേതാണെങ്കിൽ 2008, ഇപ്പം ലേറ്റസ്റ്റ് ആണെങ്കിൽ 2023. അപ്പോൾ 2000 ശേഷമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ 2023 ആണെങ്കിൽ നമുക്ക് 2023 എന്ന് എഴുതുവാണെങ്കിലും അപ്പോൾ കറക്റ്റ് ഓർഡർ ആണല്ലോ. 62, 69, 75, 2023 തന്നിരിക്കുന്നത് ശരിയായ ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ 1, 2, 3, 4 ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഭിലായിക്ക് എന്താണ് സഹായിക്കാനായിട്ട് നമ്മൾ ഭിച്ചറ എന്ന കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. ഭിലായ് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു റഷ്യയുടെ സഹായത്തോടെ. റഷ്യ മീൻസ് സോവിയറ്റ് യൂണിയൻ, ശരിയാണ്. ഇനി റൂർക്കേല നമ്മൾ റൂഓജ എന്നാണ് പറയുക. റൂർക്കേല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു ജർമ്മനിയുടെ സഹായത്തോടു കൂടി. സോ ജർമ്മനി ശരിയാണ്. ദുർഗാപൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ദുപ്പപ്രി അല്ലേ. അപ്പോൾ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടൻ ശരിയാണ്. അടുത്തത് ബൊക്കാറോ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ബൊജറ എന്നാണ് പഠിച്ചത്. ബൊക്കാറോ അല്ലേ, ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടി എന്നുള്ളത്. സോ ഇവിടെ ഫ്രാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റിപ്പോയി. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ വരുന്നത്. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിലിപ്പോൾ എല്ലാ പ്രസ്താവനയും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. കാരണം നമുക്കറിയാം 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. അപ്പോൾ ഇവിടെ വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. രണ്ടാമത് അത് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം 2 തെറ്റാണ്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെയും 2 ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെയും 2 ഉണ്ട് അല്ലേ. ഇവിടെ എല്ലാം ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ അവിടെ 2ഉം കൂടെ ഉൾപ്പെടും. അപ്പം 2 തെറ്റായതുകൊണ്ട് ഇതുമല്ല. അപ്പം പിന്നെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1951 മുതൽ 56 വരെയാണ് പദ്ധതിയുടെ കാലഘട്ടം അല്ലേ. 1-ാം പഞ്ചവത്സര പദ്ധതി 1951 തുടങ്ങുന്നത്, 5 വർഷമായതുകൊണ്ട് 56 വരെ. പിന്നെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം അല്ലെ, അതിനാണ് ഊന്നൽ നൽകിയത്. ഹരോൾഡ് ഡോമർ മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അതിൽ 3ഉം ശരിയാണ്. 1, 3, 4 ശരി. അപ്പോൾ അത് നമുക്ക് 3ഉം ശരിയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കൂടി, മാതൃകയൊക്കെ ചിലവർക്ക് കൺഫ്യൂഷൻ വരാം എങ്കിൽ കൂടി നമുക്ക് രണ്ടാമത്തേത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും SCERTയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാ? സുമൻ ബെറി ആണ്. സുമൻ ബെറി. ഇനി ചന്ദ്രയാൻ 3 പേടകം
ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പത്കായി ബും, അതുപോലെ മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഈ ഹിമാദ്രി എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഹിമാദ്രി. അപ്പോൾ ബാക്കി 3 1, 2, 4 വരിക. സോ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം ഇതൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ LDCക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൽ ഏരിയയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്തത് 2ഉം 4ഉം. ഡെൽറ്റ രൂപീകരണവും താരതമ്യേന വീതി കൂടുതലും, അത് രണ്ടും എന്തിൻ്റെയാണ്? കിഴക്കൻ തീരസമതലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പോൾ പടിഞ്ഞാറുമായി ബന്ധപ്പെട്ടത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്ത കൂട്ടത്തിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഭാഗമാണ്. അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. അറബിക്കടലിലാണ് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണോ? അല്ല, ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളോട് തെറ്റിപ്പോയി. ഇനി ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 200 ദ്വീപുകൾ എന്ന് പറയുമ്പോൾ ആൻഡമാനിൽ ഏകദേശം എത്ര ദ്വീപുകളുണ്ട്? 572ഓളം ദ്വീപുകളുണ്ട്. അപ്പോൾ 200ഓളം ദ്വീപുകൾ എന്ന് പറയുമ്പോൾ അത് 200 കഴിഞ്ഞിട്ടാണല്ലോ 500 വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കത് ശരിയാണെന്ന് കണക്ക് കൂട്ടാം. ഇനി പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. നമ്മളിവിടെ പറഞ്ഞു 572ഓളം വരുന്നുണ്ട് ആൻഡമാൻ നിക്കോബാറിൽ. അപ്പോൾ ഈ 36 എന്ന് പറയുന്നത് എന്തിലാണ്? നിക്കോബാറിലല്ല, ലക്ഷദ്വീപിലെ ദ്വീപുകളാണ് ഈ 36 അല്ലേ. 36 ദ്വീപുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ലക്ഷദ്വീപിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ 4ഉം തെറ്റിപ്പോയി. അപ്പോൾ 2ഉം 3ഉം ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. അടുത്തത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കിഴക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3ഉം 4ഉം, അതായത് പാരദ്വീപ് നമുക്കറിയാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കിഴക്ക് തീരത്താണ്. ദെൻ അടുത്തത് ഹാൽഡിയ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും കിഴക്ക് തീരത്താണ് വരുന്നത്. ഇനി കണ്ട്ല ഗുജറാത്താണ്, പടിഞ്ഞാറാണ്. നെവഷേവയും പടിഞ്ഞാറാണ് വരുന്നത്. പാരദ്വീപും ഹാൽഡിയുമാണ് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്? ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ചീയപ്പാറയാണ്. കാരണം ചീയപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ പത്തനംതിട്ട എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ. ബാക്കി വാഴച്ചാൽ തൃശ്ശൂരാണ്, പാലരുവി കൊല്ലമാണ്, തുഷാരഗിരി കോഴിക്കോടാണ്. അത് 3ഉം ശരിയാണ്. ചീയപ്പാറ ഇടുക്കി. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കിയാർ എന്നുള്ളതാണ് കേട്ടോ ശരിക്കും വരേണ്ടത്. കക്കിയാർ, കല്ലാർ എന്നുള്ളതാണ്. അതും ശരിയാണ്. ദെൻ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. നമ്മൾ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കാറുണ്ട് അല്ലേ. തൃപ്പാമല എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്.
അടുത്തത് കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരി. അപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണല്ലോ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോലയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുത് ഇരവികുളമല്ല, പാമ്പാടും ചോലയാണ്. അപ്പോൾ അത് തെറ്റിപ്പോയി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അതും ശരി. അപ്പോൾ 1, 2, 4 ശരി. അതാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്ന് തന്നിട്ടുണ്ട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? കുറ്റ്യാടിയാണ്. കുറ്റ്യാടി. അപ്പോൾ അത് തെറ്റിപ്പോയി. 2 തെറ്റി. ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. അതും ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട് എന്ന് തന്നിട്ടുണ്ട്. 780 മെഗാവാട്ടാണ്. അപ്പോൾ അതും തെറ്റിപ്പോയി. അപ്പോൾ 2ഉം 4ഉം തെറ്റി. നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2ഉം 4ഉം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. കാരണം മലനാട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മലനാട് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? വനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. മലനാട്ടിൽ നിന്നാണ് നദികൾ അല്ലേ? കൂടുതലും നദികളും മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നും ഒക്കെയാണല്ലോ ഉത്ഭവിക്കുന്നത്. അതും ശരിയാണ്. പിന്നെ മലനാട് എന്ന് പറയുമ്പോൾ മലകളും കുന്നുകളും ഒക്കെ ഉണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് മലനാടിനെ കുറിച്ചാണെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2ഉം 3ഉം 4ഉം മലനാടിനെ കുറിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ പിന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഇതെന്താണ്? ഇത് ഇടനാടുമായി ബന്ധപ്പെട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഉത്തരം അപ്പോൾ 1 മാത്രമാണ് അവിടെ തെറ്റിപ്പോയത്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രം തെറ്റിപ്പോയി. ബാക്കി 3ഉം മലനാടുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത്, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് എത്താം. കാരണം 2 എന്ന് പറയുന്നതും 2 മാത്രം എന്ന് പറയുന്നതും മലനാടാണ്. 1, 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അത് മലനാടുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയും 2ഉം 4ഉം ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ്? അവിടെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് 1 മാത്രം എന്നുള്ളതിലോട്ട് എത്താൻ പറ്റും. അടുത്ത, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ഓപ്ഷൻ സി ആണ്. ആരൊക്കെയാ? KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് എന്നിവരാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏതൊക്കെയാണ് യോജിക്കാത്തത്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യോജിക്കാത്തതാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. അത് ശരിയാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി എന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. തിരുവനന്തപുരമാണ് വരിക. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തിയല്ല, പിന്നെന്താണ് വരുന്നത്? കരിമീനാണ് വരിക കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. സോ 2ഉം 3ഉം തെറ്റി. അടുത്തത്, മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 2ഉം തെറ്റിപ്പോയി, 3ഉം തെറ്റിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ ആണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആദ്യത്തെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ ആണ്, പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? കടൽ തീരം ഇല്ലാത്ത ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ട. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഉത്തരം എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3 അല്ലെ? കൊല്ലം ടു കോട്ടപ്പുറം. ഇനി ചന്ദ്രയാൻ 3
ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് നേരത്തെ ഈ ഒരു ചോദ്യം കണ്ടു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. SK വസന്തൻ. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതികളെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. 50 സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യ താരം ഓപ്ഷൻ സി ആണ്. വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതിലെല്ലാം വരുന്നുണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ്. അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ലയന കരാർ തയ്യാറാക്കിയത് ആരൊക്കെ ചേർന്നാണ്? ഓപ്ഷൻ സി ആണ്. സർദാർ പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമ്മൾ പഠിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ഓപ്ഷൻ ബി ആണ്. നെല്ല് അല്ലെ, നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ നെല്ലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? SCERTയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അറബിക്ക. ഇനി ISRO സ്ഥാപിതമായ വർഷം, അത് നമ്മൾ നേരത്തെ ഓർഡറിൽ അല്ലേ, കാലഗണനാക്രമത്തിൽ എഴുതുക എന്നുള്ളതിൽ എടുത്തു പറഞ്ഞു. ഓപ്ഷൻ എ 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? നമ്മൾ കറണ്ട് അഫെയറിൽ പഠിച്ചതാണ്. ഓപ്ഷൻ ബി കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ എ ബീഹാർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഇന്നലെ നമ്മൾ ആദ്യത്തെ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവിൽ അല്ലേ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 107. ആദ്യത്തെ കുറച്ച് 2-3 ചോദ്യങ്ങൾ കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 107 മെഡലുകളാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. 28 സ്വർണം അല്ലേ, 38 വെള്ളി, 41 വെങ്കലം, ഇങ്ങനെയാണ് 107 മെഡലുകൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഓപ്ഷൻ സി ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? ഏറ്റവും ചെറിയ അസ്ഥി ഓപ്ഷൻ സി ആണ്. ചെവിയിലാണ് കാണപ്പെടുന്നത് അല്ലേ. ഇനി താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് കേട്ടോ. നമുക്ക് നോക്കാം. വിറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. അത് ശരിയാണ്. ബെർബറി എന്ന രോഗം വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നു. അത് തെറ്റല്ലേ? വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം എന്ന് പറയുന്നത് സ്കർവിയാണ്. ഇനി വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. അതും തെറ്റാണ്. വർണ്ണാന്തതയല്ല ആദ്യം തന്നിട്ടുണ്ട്, നിശാന്തതയാണ്. ഇനി ബെർബറി എന്ന രോഗം വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നു. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത്, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്. പൊക്കാളിയാണ് കേട്ടോ. പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. 1ാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഓപ്ഷൻ ഡി ഉൽപാദകർ ആയിരിക്കും, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, ഹരിത സസ്യങ്ങളായിരിക്കും. അടുത്തത്, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ ഡി ആണ്. അരുൺ അലോഷ്യസ് ആണ്. അരുൺ അലോഷ്യസ്. അടുത്ത ചോദ്യം, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാർക്കാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായത് ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കും. താപനിലയും താപവും മാറിപ്പോരുത്. താപത്തിന്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിനുമാണ്.
താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായത് ഓപ്ഷൻ ഡി ആണ്, ബലം പാസ്കൽ എന്നുള്ളത് അല്ലേ. പവർ വാട്ടാണ്, ജൂള് യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഊർജത്തിൻ്റെത് ജൂളാണ്. ബലത്തിൻ്റെത് എന്താണ്? ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ്. അലുമിനിയത്തിൻ്റെ ധാതുവാണ് ഏത്? ക്രയോലൈറ്റ് അല്ലേ. ക്രയോലൈറ്റ് അത് നമുക്കറിയാം. അലുമിനിയത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ്. അതുപോലെ തന്നെ എന്താണ്? ബോക്സൈറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ബേക്കലൈറ്റ്. പോളിത്തീൻ, PVC, നൈലോൺ ഇതൊക്കെ തെർമോപ്ലാസ്റ്റിക് ആണ്. അടുത്തത്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതെല്ലാമാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ്. ഇത് SCERTയിലുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത്, 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടൊവിനോ തോമസ് ആണ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഓപ്ഷൻ സി ആണ്, കോയമ്പത്തൂരാണ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാവുന്ന രോഗമാണ്. അത് ശരിയാണ്. ഇനി കോളറ വായുവിലൂടെ പകരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. മലിനജലത്തിലൂടെയാണ് കോളറ പകരുന്നത്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെയല്ല, കൊതുകിലൂടെ പകരുന്ന രോഗമാണ് ചിക്കൻ ഗുനിയ. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും തെറ്റിപ്പോയത്. ഒന്ന് മാത്രം ശരിയാണ്. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം, അതും SCERT ബേസ്ഡ് ആണ്. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മലമ്പനി. അടുത്തത്, ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ശരി എന്നുള്ളത് കേട്ടോ. ക്ഷയം BCG എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഓപ്ഷൻ ബി, ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഹീമോഫീലിയ. ബാക്കി ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം ഇതൊക്കെ SCERTയിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ്. മൃതസഞ്ജീവനി, ബ്രാൻഡ് അംബാസിഡർ, മോഹൻലാൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത്, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? നിപ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈറസ് ആണ് പെരുകുക അല്ലേ. അടുത്തത്, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആയുഷിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അലോപ്പതി. ബാക്കി ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഒക്കെ ആയുഷിൽ വരുന്നതാണ്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തിയാണ്, വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പൊൻവാക്കാണ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു, ഓപ്ഷൻ ഡി മോഹൻലാൽ ആണ്, മോഹൻലാൽ. അടുത്ത ചോദ്യപേപ്പർ നോക്കാം. അടുത്ത ചോദ്യപേപ്പർ PSC ഏറ്റവും അവസാനം നടത്തിയ ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി WC ബാനർജി. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ധാക്ക. 1905 ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, കഴ്സൺ പ്രഭു.
തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം തീവ്ര ദേശീയത്തിലാണ് നമ്മൾ ലാൽ, പാൽ, ബാൽ എന്ന് പറയുന്ന കൂട്ടുകെട്ട് കാണുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കാം. ബാലഗംഗാധര തിലക് അല്ലെ, ബാലഗംഗാധര തിലക്, ബാൽ എന്ന് പറയുന്ന ബാലഗംഗാധര തിലകാണ്. ദെൻ ലാൽ എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട്, ലാലാ ലജ്പത് റായ് ഉണ്ട്. പക്ഷെ ഇവിടെ പാലില്ല. പാൽ ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ് അല്ലെ, ബിപിൻ ചന്ദ്രപാലാണ് പാൽ എന്ന് പറയുന്നത്. അദ്ദേഹം മാത്രമാണ് ഇല്ലാത്തത്, ബാക്കി 1, 3 ഉണ്ട്. അപ്പോൾ 1, 3 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി, നവംബർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത്: എഴുതപ്പെട്ട ഭരണഘടന, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടുന്നതാണ്. ഉൾപ്പെടാത്തത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? നിലവിലുള്ളത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. ഇന്ത്യ അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളിലാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? നമുക്കറിയാം ഓപ്ഷൻ ഡി, സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി, കെ കേളപ്പൻ. സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അയിത്തോച്ചാടനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഇതൊക്കെ നമ്മൾ റിലേറ്റഡ് പോയിന്റ്സ് PYQ ഡിസ്കഷൻ പറയുമ്പോൾ പറയുന്നതാണ്. ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്? തൊട്ടു മുൻപ് പറഞ്ഞു, ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? INA-യിൽ ചേർന്നത് ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത്? ഓപ്ഷൻ സി ആണ്, ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏത്? വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടമാണ്. നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ചു, വനിതകളായതുകൊണ്ട് തന്നെ കുറച്ച് പെയിനൊക്കെ സഹിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ. ഓപ്ഷൻ എ, സ്പെയിൻ ആണ് എന്നുള്ളത്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഓപ്ഷൻ ഡി ആണ്, ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, VP മേനോൻ. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല ഓപ്ഷൻ എ, കാർഷിക മേഖല. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഏരിയ എല്ലാ ചോദ്യ പേപ്പറിലും സെയിം ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ പറയുന്ന ഏരിയ പഠിക്കുക കേട്ടോ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി, ശക്തികാന്ത ദാസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അരുൺ കുമാർ മിശ്ര. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാരക്കോറം പർവ്വതനിരകൾ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കാവേരി നദിയുടെ പോഷക നദി ഓപ്ഷൻ ബി, കബനി. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഉത്തരം ഓപ്ഷൻ എ ആണ്, റാഡ് ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ ബി ആണ്, ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ഓപ്ഷൻ സി, വിഴിഞ്ഞം.
പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഇതൊക്കെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പോൾ പറയുന്നതാണ്. ഓപ്ഷൻ എ ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ഓപ്ഷൻ എ ഇരവികുളം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ചോദിച്ചിരിക്കുന്നത്. സോറി, ഇരവികുളം അല്ല. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമല്ലേ ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ, പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്നത് മംഗളവനം പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള ജില്ല? ഓപ്ഷൻ സി ഇടുക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏത്? ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? കാർബൺ ന്യൂട്രൽ. ഓപ്ഷൻ എ ആണ് മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് കേരളം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ജൂലൈ 14, 2023. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ കുടുംബശ്രീ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചു. ഓപ്ഷൻ ബി കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? സെമി കണ്ടക്ടർ പ്ലാന്റ് ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്തിലെ സനത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായത് ഇവിടെ നോക്കാം. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ, അത് തെറ്റല്ലേ? എസ് സോമനാഥ് ആണ് എന്ന് നമുക്കറിയാം. സോ ഒന്ന് തെറ്റിപ്പോയി. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ ശരിയാണ്. വിക്ഷേപണ വാഹനം LV Mark 3 ശരിയാണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023 നേരത്തെ മുകളിൽ കണ്ടു. അപ്പം അതും ശരിയാണ്. സോ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്. അപ്പം ശരിയായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2, 3, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് പിണറായി വിജയനാണ് കേട്ടോ. 2016 മെയ് മുതലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മെയ് 25 മുതലൊക്കെയാണ് പിണറായി വിജയൻ മന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ 2016 ജൂൺ മാസത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. മെയ് 25 ശേഷം 25 അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കയറുന്നത്. 2016 ജൂണിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ പിണറായി വിജയനാണ്. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് എൻ്റെ വഴിത്തിരിവ്. അപ്പോൾ ഈ എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത് ആരുടെയാണ്? SK പൊറ്റക്കാടിൻ്റെതാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ കഥ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടേതാണ് എൻ്റെ കഥ. പിന്നെ ആത്മകഥ എന്ന് പറയുന്ന പേരിൽ നമ്മൾ ഒരുപാട് പേരുടെ ആത്മകഥകളുണ്ട് എന്നുള്ളത് നമ്മൾ കോഡ് വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? ഓപ്ഷൻ സി ആണ് മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അമിതാഭ് കാന്ത്. അടുത്ത ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആഡം സ്മിത്ത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതേ ഉള്ളൂ അല്ലേ? എന്തൊക്കെയാണ്? ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107 നമ്മൾ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്, ചൈനയിലെ ഹാങ്ഷോ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. പുരുഷ ക്രിക്കറ്റിൽ മാത്രമല്ല സ്ത്രീകളുടെ ക്രിക്കറ്റിലും ഇന്ത്യക്ക് സ്വർണ്ണ മെഡലാണ് ലഭിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കബഡിയിൽ, ഹോക്കിയിൽ ഒക്കെ സ്വർണം ലഭിച്ചു അല്ലേ? പുരുഷ ഹോക്കി അല്ലേ? കബഡിയിലാണെങ്കിൽ പുരുഷനും സ്ത്രീക്കും അതുപോലെ തന്നെ
ക്രിക്കറ്റിലാണെങ്കിലും പുരുഷനും സ്ത്രീക്കും ഒക്കെ സ്വർണ്ണ മെഡൽ ലഭിച്ചു. ടോട്ടലായിട്ട് 107 ആണെന്ന് പറഞ്ഞു. 28 സ്വർണ്ണം, 38 വെള്ളി, 41 വെങ്കലം ഒക്കെയാണ് അല്ലേ. അപ്പോൾ എല്ലാം ശരിയാണ്. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചിട്ടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നത് ക്വാഷിയോർക്കർ. ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലന്റ് വാലി. ചുവടെ തന്നിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലക്ഷഗംഗ, ചന്ദ്രഗംഗ അതൊക്കെ എന്താണ്? തെങ്ങുകളാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. യെസ്. അടുത്ത 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആശാധാരയാണ് കേട്ടോ. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് അല്ലേ. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 5. ചുവടെ നൽകിയിട്ടുള്ള അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള pH ചോദിച്ചു കഴിഞ്ഞാലും എത്രയാണ്? 5 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ജലത്തിൻ്റെ നിർവീര്യം 7 ആണ് എന്നുള്ള രീതിയിൽ ഒക്കെ pH ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഓർത്തിരിക്കുക. ഇനി ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അലൂമിനിയം ബോക്സൈറ്റ് ശരിയാണ്. ഇരുമ്പ് ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ തന്നെയാണ്. ഇരുമ്പിൻ്റേത് എന്തൊക്കെയാണ്? മാഗ്നറ്റൈറ്റ് അല്ലേ, മാഗ്നറ്റൈറ്റ്, അതുപോലെ തന്നെ ഹേമറ്റൈറ്റ് അതൊക്കെയാണ് ഇരുമ്പിൻ്റേത് വരിക. സിങ്ക്, കലാമിൻ, കോപ്പർ, കുപ്രൈറ്റ് അതൊക്കെ ശരിയാണ്. 2 മാത്രം തെറ്റിപ്പോയി. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തെറ്റായി രേഖപ്പെടുത്തിയതാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 മാത്രം, ഓപ്ഷൻ ബി. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ പരിവർത്തനം എന്താണ്? വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം എന്താ വരുന്നത് നോക്കാം. ഇലക്ട്രോൺ ജെ തോംസൺ ശരിയാണ്. ദെൻ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ശരിയാണ്. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇവിടെ പ്രോട്ടോൺ വീണ്ടും ഹെൻറി മോസ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്, തെറ്റല്ലേ. അപ്പോൾ 1, 3, 4 ശരിയാണ്. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3, 4 ശരി. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും അല്ലേ. നമ്മൾ മുഖം നോക്കുമ്പോൾ അതുപോലെ തന്നെയല്ലേ ഇരിക്കുന്ന മുഖം. അപ്പോൾ വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു എന്നാണ് പിന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ആദിത്യ L1 വിക്ഷേപിച്ചത് ഓപ്ഷൻ സി, 2023 സെപ്റ്റംബർ 2-ന്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ ആണ് കേട്ടോ, നോർവേ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഓപ്ഷൻ ഡി, കരളിനെയാണ് ബാധിക്കുന്നത്. ദെൻ മലമ്പനിക്ക് കാരണമായ രോഗകാരി. മലമ്പനിക്ക് കാരണമായത് പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ. ലഭ്യമല്ലാത്തത് ഓപ്ഷൻ സി ആണ്, CT സ്കാൻ. അടുത്ത, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഓപ്ഷൻ സി, ജൂൺ 7. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരാണ് ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്. ഇതിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ സി, തൊണ്ടമുള്ളാണ്. ബാക്കി ഫാറ്റി ലിവർ, ഹൃദയാഘാതം, രക്തസമ്മർദ്ദം അതൊക്കെ ജീവിതശൈലി രോഗമാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഓപ്ഷൻ എ ആണ്, സാർക്കോമ.
സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭ്യമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിരാമയാണ് കേട്ടോ. അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2008. അടുത്ത ചോദ്യം, ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാക്ക് ടു ബേസിക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കൊറോണ വൈറസ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം ഓപ്ഷൻ എ ആണ്, ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നാണ് ഇവിടെ ആൻസർ. ആ സമയത്ത് പരീക്ഷ നടക്കുമ്പോൾ ഇപ്പോൾ ആരാണ്? നഡ്ഡയാണ് കേട്ടോ, JP നഡ്ഡയാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. നമ്മൾ മന്ത്രിമാരെ, കേന്ദ്ര വകുപ്പ് മന്ത്രിമാരും എല്ലാം അവരുടെ വകുപ്പുകളും കോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നടന്നാൽ നമുക്ക് ആരോഗ്യം കിട്ടുമെന്നുള്ള രീതിയിൽ നഡ്ഡ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 160 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ക്ലാസ്സുകളുമായിട്ട് കാണാം. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.